ഒരാഴ്ച പിന്നിടുമ്പോൾ രാജ്യത്ത് സ്വർണ്ണവിലയിൽ വൻ മുന്നേറ്റം. 24-22 എന്നീ രണ്ട് ഇനങ്ങളിലും വില വർധനവ് രേഖപ്പെടുത്തി. കേരളത്തിൽ ഇനിയും വില വർദ്ധിക്കാൻ സാധ്യതയെന്ന് വിദഗ്ധർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് സ്വർണ്ണവിലയിൽ സ്ഥിരമായ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 24 ക്യാരറ്റ്, 22 ക്യാരറ്റ് എന്നീ രണ്ടിനങ്ങളിലും വില വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 12-ന് 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 13,281 രൂപയായി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തേക്കാൾ 191 രൂപയുടെ വർധനവ്. അതുപോലെ 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 12,175 രൂപയായും ഉയർന്നു. 175 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 10 ദിവസത്തിനിടയിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ കുതിപ്പാണിത്. ഇത് വിലയേറിയ ലോഹത്തിൽ ശക്തമായ വാങ്ങൽ താൽപ്പര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 24 ക്യാരറ്റ് സ്വർണം പവന് 1,528 രൂപ വർദ്ധിച്ച് 1,06,248 രൂപയിലെത്തി. 10 ഗ്രാം വില കഴിഞ്ഞ ദിവസത്തേക്കാൾ 1,910 രൂപ വർദ്ധിച്ച് 1,32,810 രൂപയിലുമാണ്. 100 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിന് 19,100 രൂപ വർദ്ധിച്ച് 13,28,100 രൂപയിലുമെത്തി. 24 ക്യാരറ്റ് 100 ഗ്രാം സ്വർണത്തിന് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഏകദേശം 32,000 രൂപയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. 22 ക്യാരറ്റ് പവന് 1,400 രൂപ വർദ്ധിച്ച് 97,400 രൂപയിലെത്തി. അതേസമയം 10 ഗ്രാമിന് 1,750 രൂപ വർദ്ധിച്ച് 1,21,750 രൂപയുമായി. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ 100 ഗ്രാമിന്റെ വിലയും 17,500 രൂപ വർദ്ധിച്ച് 12,17,500 രൂപയിലുമെത്തി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 9,964 രൂപയുമായി ഉയർന്നു. പവന് 1,144 രൂപയാണ് വർദ്ധിച്ചത്. 79,712 രൂപയും 10 ഗ്രാമിന് 1,430 രൂപ വർദ്ധിച്ച് 99,640 രൂപയുമാണ് വില. 100 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില കഴിഞ്ഞ ദിവസത്തെ 9,82,100 രൂപയിൽ നിന്ന് 14,300 രൂപ ഉയർന്ന് 9,96,400 രൂപയിലുമെത്തി. 2026 പലിശ നിരക്കുകളെക്കുറിച്ചുള്ള ഫെഡറൽ റിസർവിന്റെ മോശം എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നിട്ടും ഭൗമരാഷ്ട്രീയ അസ്ഥിരതയിലുള്ള സുരക്ഷിത താവള ആവശ്യകത കാരണം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ശക്തമായി വ്യാപാരം നടക്കുന്നുണ്ട്. പ്രവചിച്ചതുപോലെ 9 മുതൽ 3 വോട്ടുകളുടെ വിഭജനത്തോടെ ഫെഡറൽ റിസർവ് നിരക്കുകൾ 25 ബേസിസ് പോയിന്റുകൾ കുറച്ചു. ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് റെഡ്ഡി സിറ്റി ബുള്ളിയൻ ലിമിറ്റഡിന്റെ MD പൃഥ്വിരാജ് കൊത്തോരി പറഞ്ഞു. ഈ വർഷം നയത്തിൽ 75 ബേസിസ് പോയിന്റുകൾ ഇളവ് വരുത്തിയതിനാൽ സമ്പദ് വ്യവസ്ഥ എങ്ങനെ വികസിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ഫെഡറൽ ചെയർമാൻ ജെറോം പവലും പ്രസ്താവിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.